ഹലോ, ഗുഡ് മോർണിംഗ്. അപ്പോൾ ദേ ഇന്ന് ഞാൻ രാവിലെ തന്നെ വന്നിട്ടുണ്ട്. ഒരു അലുക്കുലുത്ത് ഡേ ആയിരുന്നു കേട്ടോ എനിക്കിന്നത്. അപ്പോൾ ദേ ഞാൻ ആദ്യം തന്നെ ലഞ്ച് ഉണ്ടാക്കുവാണ് ഹസ്ബൻഡിനുള്ള. അപ്പോൾ ഞാൻ 4:30 ആയപ്പോൾ എണീറ്റ് വന്നിട്ട് ദേ തലേന്ന് തന്നെ ഇത്തിരി ഞാൻ ചിക്കനും കടലയും വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ കടലേന്ന് കേട്ടപ്പോൾ നിങ്ങൾക്കൊരു വിയേർഡ്നെസ് തോന്നിയില്ലേ? അത് ഇത്തിരി വിയേർഡാണ്, പക്ഷേ ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അങ്ങനെ വലിയ വ്യത്യാസമൊന്നും ഇല്ലായിരുന്നു. ഞാൻ കുറച്ച് ലെഫ്റ്റ് ഓവർ കടല ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് അങ്ങനെ ഇട്ടത് കേട്ടോ. അപ്പോൾ ഞാൻ മാരിനാര സോസാണ് യൂസ് ചെയ്തത്, സ്റ്റോർ ബോട്ടാണ് യൂസ് ചെയ്തത്. അപ്പോൾ ദേ പാസ്തയൊക്കെ റെഡിയായി വന്നപ്പോഴത്തേക്ക് ദേ ഞാൻ കോഫിക്ക് വേണ്ടി വെച്ചിരുന്ന പാല് മുഴുവൻ അവിടെ തിളച്ച് പോയി. അത് നമുക്ക് ഇന്ന് കിട്ടിയ ഒന്നാമത്തെ എട്ടിൻ്റെ പണി. രണ്ടാമത്തെ പണി പുറകെ വരുന്നുണ്ട്, അത് ഞാൻ ഓരോന്നോരോന്നായി പറയാം. അപ്പോൾ അതേ ഞാൻ ദേ കോഫിയൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. അതിനുശേഷം പിന്നെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. അപ്പോൾ കുറച്ച് ലെഫ്റ്റ് ഓവർ വന്ന് പാസ്ത എടുത്ത് വെച്ച്, അങ്ങനെ ആകുമ്പോൾ എനിക്ക് നാളെ ആ ലെഫ്റ്റ് ഓവർ പാസ്ത കൊടുത്ത് വിടാമല്ലോ. അപ്പോൾ എനിക്ക് അത്ര രാവിലെ എണീക്കണ്ടല്ലോ. അപ്പോൾ അതേ ഞാൻ പാസ്ത ഉണ്ടാക്കുന്നത് ഒരു ക്ലാസിക് ഹാം പാസ്തയാണ് കേട്ടോ, സോറി സാൻഡ്വിച്ച് ആണ് കേട്ടോ, സോറി ഗൈസ്. അപ്പോൾ അതേ അതിന് വേണ്ടിയിട്ട് നമ്മുടെ ലോങ് സാൻഡ്വിച്ച് ബണ്ണിലേക്ക് ഇത്തിരി നമ്മുടെ മയോണൈസ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിനകത്തേക്ക് ക്ലാസിക് സാധനങ്ങൾ നമ്മുടെ ലെറ്റസ്, അണിയൻ, ഓറഞ്ച് എന്ന് ടൊമാറ്റോ, അതേപോലെ തന്നെ കുറച്ച് ചീസും പിന്നെ നമ്മുടെ ഹാമും കൂടെ വെച്ചിട്ട് അത് റാപ്പ് ചെയ്ത് കൊടുത്തു വിട്ടു കേട്ടോ. അത്രേ ഉണ്ടായിരുന്നുള്ളൂ. ഇന്നലെ ഞാൻ കൊടുത്തു വിട്ട എൻ്റെ ലഞ്ച് ബോക്സ് ഡോണൊക്കെ കളഞ്ഞിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതേ 2 ലഞ്ച് ബോക്സ് ഉള്ളതിൽ 2 ലഞ്ച് ബോക്സിലും കൂടെയാണ് കേട്ടോ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും കൊടുത്തു വിട്ടേക്കുന്നത്. അപ്പോൾ സ്നാക്സ് പോലെ ഞാൻ വെച്ചേക്കുന്നത് പതിവ് പോലെ സ്ട്രോബെറി, ഗ്രേപ്സ്, അതേപോലെ ബേബി ക്യാരറ്റും നട്ട്സുമാണ് കേട്ടോ വെച്ച് കൊടുത്തത്. അതിനുശേഷം പിന്നെ അതേ ഞാൻ നമ്മൾ മെസ്സപ്പാക്കിയ സ്ഥലം മുഴുവൻ ഇപ്പം തുടച്ച് വൃത്തിയാക്കുവാണ്. അപ്പോൾ രാവിലെ തന്നെ എന്തെങ്കിലുമൊക്കെ പണി കിട്ടണമല്ലോ, എന്നാലേ നമുക്കൊരു രസമുള്ളൂ. അപ്പോൾ പിന്നെ നമ്മൾ ഈ പണിയൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു 6 മണിയായപ്പോൾ നമ്മുടെ പണിയൊക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഇന്ന് പിന്നെ ഞാൻ എൻ്റെ വീട്ടിലൊക്കെ വിളിച്ച് എല്ലാവരോടൊക്കെ സംസാരിച്ചതിന് ശേഷം ഒരു 6:45 കഴിഞ്ഞപ്പോഴാണ് കേട്ടോ ഞാൻ നടക്കാൻ ഇറങ്ങിയത്. അപ്പോൾ നടക്കാനൊക്കെ പോകുമ്പോഴത്തേക്ക് ഇവിടെ ഇപ്പോൾ ഭയങ്കര രസമാണ് കാണാനായിട്ട്. ഫുള്ളിങ്ങനെ പൂക്കളൊക്കെയാണ് കേട്ടോ ചുറ്റിനും. അപ്പോൾ ഈ ചെടിയുടെ പേര് എനിക്കറിയാൻ പാടില്ലെങ്കിലും എനിക്ക് അടുത്ത ചെടിയുടെ പേരറിയാം, അതാണ് നമ്മുടെ ചെറി ബ്ലോസം. അപ്പോൾ ഇവിടെ ഇപ്പോൾ ചെറി ബ്ലോസം പൂത്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഭയങ്കര രസമാണ് കാണാൻ. അപ്പോൾ ഇവിടെ അങ്ങനെ അധികം ഇല്ല, പക്ഷെ എന്നാലും ഞങ്ങളുടെ ഏരിയയിൽ കുറച്ച് ചെറി ബ്ലോസം ഉണ്ട് കേട്ടോ കാണാനായിട്ട്. നമുക്ക് ഇത്തിരി ആണെങ്കിലും മതിയല്ലോ. അപ്പോൾ ഇതൊക്കെ കണ്ടു കഴിഞ്ഞ് പിന്നെ ഞാൻ നെക്സ്റ്റ് വീട്ടിൽ വന്നതിന് ശേഷം സെക്കൻഡ് റൗണ്ട് ഓഫ് കോഫിയാണ്. ഇന്നൊരു ഫുൾ കോഫി ഡേ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇത് ഞാൻ പിന്നെ പഞ്ചസാരയൊന്നും ഇട്ടില്ല, ജസ്റ്റ് ബ്ലാക്ക് കോഫിയുടെ മേലിലേക്ക് ഇത്തിരി വിപ്പ് ക്രീം ഇട്ട് കൊടുത്ത് അങ്ങനെ ഞാൻ വെറുതെ വീട്ടിൽ ഇരുന്നപ്പോഴത്തേക്ക് എൻ്റെ ഫ്രണ്ട് വിളിച്ചിട്ട് പറഞ്ഞ് ഹോം ഡിപ്പോയിൽ റോസിന് സെയിലുണ്ട്, ആന പൊക്കുമെന്ന്. അത് കേട്ട് ഞാൻ ഓടിപ്പഴഞ്ഞ് ചെന്നപ്പോൾ അവിടെയും ഇല്ല, അത് ഫുൾ ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയിപ്പോയി. അതായിരുന്നു കേട്ടോ എൻ്റെ രണ്ടാമത്തെ പണി.